ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ പാർലമെന്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായ ക്ലാസ് ആണ്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനുച്ഛേദം 100-നകത്ത് കാസ്റ്റിംഗ് വോട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അതിലേക്ക് ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കാണ്. ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AC ജോസ് ആണ്. 8 പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് ചെയ്തുകൊണ്ട് അതിന്റെ റെക്കോർഡ് ആരുടെ പേരിലാണ്? AC ജോസിനാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സ്പീക്കർ ആണ് 8 പ്രാവശ്യം AC ജോസ്. കാസ്റ്റിംഗ് സ്പീക്കർ എന്ന് പോലും AC ജോസിനെ അറിയപ്പെടുന്നുണ്ട്. കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് സ്ഥാപിച്ചതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് സ്പീക്കർ എന്നറിയപ്പെടുന്നത് AC ജോസ് ആണ്. പിന്നെ ഇന്നലെ നമ്മൾ പഠിച്ചു GV മൗലങ്കാറാണ് ലോക്സഭയുടെ പിതാവെന്നും അതുപോലെ തന്നെ ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ആയിരുന്നത് GV മൗലങ്കാർ ആണെന്നും പഠിച്ചു. അദ്ദേഹം തന്നെയാണ് ആ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത്, ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അന്തരിച്ചു പോയ സ്പീക്കർ. പദവിയിലിരിക്കുമ്പോൾ അന്തരിച്ച ആദ്യത്തെ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് GV മൗലങ്കാർ ആണ്. ഒരാൾ മാത്രമല്ല അങ്ങനെ മരിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ആദ്യത്തെ വ്യക്തി GV മൗലങ്കാർ ആണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഇന്നത്തെ പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ലോക്സഭയിൽ തന്നെ നമുക്കറിയാം രാജ്യസഭയിലെ സെക്രട്ടേറിയറ്റ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. രാജ്യസഭയിലെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെ സെക്രട്ടറി ജനറൽ ഉണ്ട് എന്ന് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ പാർലമെന്റ് ടോട്ടൽ സെക്രട്ടേറിയറ്റിനകത്ത് രാജ്യസഭയുടെ സെക്രട്ടറി ജനറലിന്റെ അണ്ടറിൽ കുറെ ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ ലോക്സഭ സെക്രട്ടേറിയറ്റിന്റെ അണ്ടറിൽ ലോക്സഭ സെക്രട്ടറി ജനറൽ ഉണ്ട്. ആ ലോക്സഭ സെക്രട്ടറി ജനറലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോക്സഭയിലെ സെക്രട്ടറി ജനറലെ നിയമിക്കുന്ന ആരാ? സ്പീക്കറാണ്. ലോക്സഭ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് സ്പീക്കറാണ്. ഈ ലോക്സഭയിലും രാജ്യസഭയിലും സെക്രട്ടറി ജനറൽമാരൊക്കെ IAS ഓഫീസർമാരാണ് കേട്ടോ. ഈ IAS ഓഫീസർമാരെ തീരുമാനിക്കുന്നത് അത് ആരാണ് ആ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആ ലോക്സഭയുടെ സ്പീക്കറാണ്. അങ്ങനത്തെ ആദ്യത്തെ ലോക്സഭ സെക്രട്ടറി ജനറൽ ആണ് MN കൗൾ. ആരാണ്? MN കൗൾ ആണ്. MN കൗൾ ആണ് ആദ്യത്തെ ലോക്സഭ സെക്രട്ടറി ജനറൽ. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി ആര് തന്നെയാണ്? MN കൗൾ തന്നെയാണ്. ലോക്സഭയുടെ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ ആയതും ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയതും MN കൗൾ ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ ലോക്സഭ സെക്രട്ടറി ജനറൽ ആണ് സ്നേഹലത ശ്രീവാസ്തവ. ആരാണ്? സ്നേഹലത ശ്രീവാസ്തവയാണ് ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ. ഇതിലെ നിലവിലെ ഇപ്പോഴത്തെ ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇപ്പോഴത്തെ ലോക്സഭ എന്ന് പറയുന്നത് 17ാം ലോക്സഭയെ കുറിച്ചാണ്. 18ാം ലോക്സഭ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇദ്ദേഹത്തെ മാറ്റിയേക്കാം. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ മാറ്റിയേക്കാം. അപ്പോൾ അതെല്ലാം കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ചു വെക്കുക, അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. 17ാം ലോക്സഭയുടെ അവസാന നാളുകൾ, അവസാന കാലഘട്ടത്തിലെ ഉത്പൽ കുമാർ സിംഗ് ആണ് എന്തായിട്ടുള്ളത്? ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് ഉള്ളത്. ഇനി ലോക്സഭ നേതാവ് എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. അതെപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ നോക്കേണ്ട കാര്യം, എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റില്ല. കാരണം എന്താ? പ്രൈം മിനിസ്റ്റർ മേ ബി ഫ്രം എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്നാണ് അല്ലെ. പ്രൈം മിനിസ്റ്റർ എവിടെ നിന്നാവാം? എയ്തർ ഹൗസ്, പാർലമെന്റിലെ ഇരു സഭകളിൽ ഏത് സഭയിൽ നിന്നും വേണമെങ്കിലും പ്രധാനമന്ത്രി ആവാം. അപ്പൊ ലോക്സഭയിൽ നിന്നുമാണ് പ്രധാനമന്ത്രി എങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും ലോക്സഭയുടെ നേതാവ്. പ്രധാനമന്ത്രി രാജ്യസഭയിൽ നിന്നും ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എല്ലാം രാജ്യസഭയിൽ നിന്നും എന്തായിട്ടുണ്ടായിരുന്നു? നമ്മുടെ പ്രധാനമന്ത്രിയെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ലോക്സഭാ നേതാവ് ആരായിരിക്കും? അത് ലോകസഭയിലെ ഒരു മുതിർന്ന മന്ത്രിയായിരിക്കും, ഒരു കേന്ദ്ര മന്ത്രിയായിരിക്കും എന്ത് ചെയ്യുക? ലോക്സഭയുടെ നേതാവായിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ, ഇനി പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. അതായത് ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെയാണ് സാധാരണയായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ആവണമെങ്കിൽ മിനിമം ആ ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 1/10 സീറ്റെങ്കിലും ആ പ്രതിപക്ഷ പാർട്ടിക്ക് ഉണ്ടായിരിക്കണം. ആകെ സീറ്റുകളുടെ 1/10 സീറ്റെങ്കിലും ആർക്കുണ്ടാവണം? നമ്മുടെ ഈ പ്രതിപക്ഷ പാർട്ടിക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റൂ. ഇപ്പോ 17ാം ലോക്സഭയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ഒരു മുഖ്യ പ്രതിപക്ഷ നേതാവ് ഇല്ല, ഒഫീഷ്യലി ഇല്ല. കാരണം എന്താ? ഒരു പാർട്ടിക്കും 10ൽ 1 സീറ്റുകൾ ലഭിച്ചിട്ടില്ല. അതായത് ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നിലവിലില്ല. ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഇല്ല. പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1/10 എന്ത് വേണം? സീറ്റെങ്കിലും ജയിച്ചിരിക്കണം.
പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് പദവിയാണ്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാബിനറ്റ് പദവിയായിട്ട് പിന്നീടാണ് തീരുമാനിക്കുന്നത്. അപ്പോ ആദ്യകാലങ്ങളിൽ ഇത് ക്യാബിനറ്റ് പദവി ഒന്നും ആയിരുന്നില്ല. പിന്നീട് അത് ക്യാബിനറ്റ് പദവി കൂടി പ്രതിപക്ഷ നേതാവിന് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണ്, AKG ആണ്. ആദ്യത്തെ മലയാളി പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് AKG ആണ്, AK ഗോപാലനാണ്. പക്ഷെ പിന്നീട് ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ എന്ത് വേണം? 1/10 സീറ്റെങ്കിലും വേണം. അങ്ങനെ വന്ന് അംഗീകൃതമായിട്ടുള്ള പ്രതിപക്ഷ നേതാവായത് റാം സുഭഗ് സിംഗ് ആണ്. AKG വരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല? അംഗീകൃത പ്രതിപക്ഷ നേതാവായിരുന്നില്ല. അതായത് 1/10 സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ 1/10 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഉള്ളൂ. അങ്ങനെ ആദ്യമായിട്ടുള്ള അംഗീകൃത പ്രതിപക്ഷ നേതാവാണ് റാം സുഭഗ് സിംഗ്. ആരാണ്? റാം സുഭഗ് സിംഗ്. പഠിച്ചു വെക്കുക, റാം സുഭഗ് സിംഗ് ആണ് ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്. അംഗീകൃതമായിട്ടുള്ള മലയാളി പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ CM സ്റ്റീഫൻ ആണ്. CM സ്റ്റീഫൻ ആണ് ആദ്യത്തെ അംഗീകൃതമായിട്ടുള്ള മലയാളി ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവ്. CM സ്റ്റീഫൻ ആണ്. ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിയാണ്. ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് സോണിയാഗാന്ധി. ക്യാബിനറ്റ് പദവി കൊണ്ടുവന്നതിന് ശേഷം ക്യാബിനറ്റ് പദവി അലങ്കരിച്ച ആദ്യ പ്രതിപക്ഷ നേതാവാണ് YV ചവാൻ. YV ചവാൻ ആണ് ക്യാബിനറ്റ് പദവിയോടുകൂടി വന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. YV ചവാൻ പഠിച്ചു വെക്കാം. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായത് LK അദ്വാനിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായത് LK അദ്വാനിയാണ്. LK അദ്വാനിയുടെ മറ്റൊരു പ്രത്യേകത, രാജ്യസഭയിലും ലോക്സഭയിലും എന്തായിട്ടുണ്ട്? പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അപ്പൊ ഇരു സഭകളിലും പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് ആര്? LK അദ്വാനി എന്ന് പഠിച്ചു വെക്കാം. കുറവ് കാലം മാത്രം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് PV നരസിംഹറാവു. PV നരസിംഹറാവു എന്ത് ചെയ്തു? ഏറ്റവും കുറവ് കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തി PV നരസിംഹറാവു എന്ന് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ അനുച്ഛേദം 102 നമ്മൾ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ പഠിച്ചപ്പോ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാ. 102 അനുച്ഛേദ പ്രകാരം എന്താണ്? നമ്മുടെ അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അംഗങ്ങൾ, പാർലമെന്റിലെ അംഗങ്ങളുടെ അയോഗ്യത, അത് ലോക്സഭയായിക്കോട്ടെ രാജ്യസഭയായിക്കോട്ടെ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ച് പറയുന്നത് 102 അനുച്ഛേദത്തിലാണ്. എന്താണ് പറയുന്നത്? അതിലൊന്ന്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാര് ആവാൻ പാടില്ല. അങ്ങനെ ഒരു ജീവനക്കാരനാണെങ്കിൽ അവര് എന്താണ്? പാർലമെന്റിൽ അംഗനാവാൻ അയോഗ്യനാണ്. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ, അൺസൗണ്ട് മൈൻഡ് ആയിട്ട് കോടതി വിലക്കിയിട്ടുണ്ടെങ്കിൽ, അൺസൗണ്ട് മൈൻഡഡ് ആയിട്ട് അത് കോടതി സംബന്ധിച്ച് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അനുച്ഛേദം 102 പ്രകാരം അത് അവർക്ക് അംഗങ്ങളുടെ അയോഗ്യതയായിട്ട് കണക്കാക്കപ്പെടാം. അതുപോലെ തന്നെ കോടതി പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയും. ഇൻസോൾവൻസി അഥവാ പാപ്പറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് അയോഗ്യതയാണ് അനുച്ഛേദം 102 പ്രകാരം. അതുപോലെ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ അയോഗ്യതയാണ്. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അയോഗ്യതയാണ്. ഇന്ത്യൻ പൗരനല്ലെങ്കിൽ ഒക്കെ അയോഗ്യനാണ് എന്ന് പറയുന്നത് 102 അനുച്ഛേദ പ്രകാരം. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമപ്രകാരം അയോഗ്യനാണെങ്കിൽ അതും എന്തിൽപ്പെടും? 102 അനുച്ഛേദ പ്രകാരം ആ വ്യക്തിയെ അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ നമ്മുടെ 10ാം ഷെഡ്യൂൾ അല്ലെ, 10ാം പട്ടിക പ്രകാരം കൂറുമാറ്റ നിരോധനമുണ്ട് അല്ലെ. ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലോ എന്ത് തന്നെയാണ്? ഈ 102 അനുച്ഛേദ പ്രകാരം അയോഗ്യരാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ് അനുച്ഛേദം 102 പറയുന്നത്. ഇനി 102 അയോഗ്യത എന്ന് പറയുന്നത്, അംഗങ്ങളുടെ അയോഗ്യത എന്ന് പറയുന്നത് അവസാനമായിട്ട് തീരുമാനിക്കേണ്ടത് ആരാ? അത് രാഷ്ട്രപതിയാണ് എന്നാണ് 103 പറയുന്നത്. അനുച്ഛേദം 103 പറയുന്നു. രാഷ്ട്രപതിയെ കുറിച്ച് പഠിച്ചപ്പോഴെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത 103 പറയുന്നു രാഷ്ട്രപതിയാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ച് അവസാന തീരുമാനം. പക്ഷെ ആ അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. അനുച്ഛേദം 103 എന്ത് പറയുന്നു? അവസാന തീരുമാനം രാഷ്ട്രപതിയുടേതാണ് ഇവരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട, അനുച്ഛേദം 102മായി ബന്ധപ്പെട്ട. പക്ഷെ അത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരുമായി കൂടിയാലോചിക്കണം? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചിക്കണം. ഇനി 102നും 103നും മുമ്പായിട്ടുള്ള 101 എന്ന് പറയുന്നത് ക്വാറമാണ്, അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലുള്ള ഒരു അനുച്ഛേദമാണ് 101 എന്ന് പറയുന്നത്. 101 എന്ന് പറയുന്നതും
അപ്പൊ ചില സന്ദർഭങ്ങളാണ്, ചില ആൾക്കാര് ഒന്നിലധികം സീറ്റുകളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളാണ്. നമുക്ക് നോക്കാം. രണ്ട് സഭയിലും അംഗമാണ് എന്ന് വിചാരിക്കാം. എന്താണ്? ലോകസഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യുന്നു? അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ വിത്തിൻ 10 days രണ്ട് സഭയിലും അംഗമായി 10 ദിവസത്തിനകം എന്ത് ചെയ്യണം? ഏത് സഭയിൽ അംഗമാകണം എന്ന് തീരുമാനിക്കണം. ഏത് സഭയിൽ അംഗമാണെന്ന് തീരുമാനിക്കണം. ആ ഒരു തീരുമാനം അറിയിച്ചില്ലെങ്കിലോ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെടും. രാജ്യസഭയിലും ലോകസഭയിലും അംഗമാണെങ്കിൽ അതിൽ ഏത് സഭയിലാവണം എന്ന് 10 ദിവസത്തിനകം തീരുമാനം പറഞ്ഞില്ലെങ്കിൽ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെടുമെന്ന് 101 അനുച്ഛേദ പ്രകാരം പറയുന്നു. ഇനി ഒരു സഭയിലെ അംഗമായിട്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സഭയിലെ അംഗമായാലോ ആദ്യം ഏത് സഭയിലായിരുന്നോ അംഗത്വം ഉണ്ടായിരുന്നു ആ അംഗത്വം നഷ്ടപ്പെടും. ഒരു സഭയിലെ അംഗമായിരിക്കെ മറ്റൊരു സഭയിലെ അംഗത്വം നേടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ആ സഭയിലെ അംഗത്വം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു സഭയിലെ തന്നെ 2 സീറ്റുകളിൽ മത്സരിച്ചാലോ, അല്ലെ? ഒരു സഭയിലെ തന്നെ 2 സീറ്റുകളിൽ മത്സരിക്കും. ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇവരെല്ലാം എന്ത് ചെയ്യാറുണ്ട്? 2 സീറ്റുകളിലൊക്കെ മത്സരിക്കാറുണ്ട്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരേ സഭയിലെ 2 സീറ്റുകളിലെ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൽ ഏത് സീറ്റിലാണ് തുടരേണ്ടത് എന്ന് അറിയിച്ചില്ലെങ്കിൽ 2 സീറ്റുകളും എന്ത് ചെയ്യും? നഷ്ടപ്പെടും. 2 സീറ്റുകളും തോറ്റതായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ പാർലമെന്റിലും അതുപോലെ നിയമസഭയിലും ഒരേ സമയം മത്സരിച്ച് ജയിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തുണ്ടാവണം? പാർലമെന്റിലാണോ നിയമസഭയിലാണോ തുടരേണ്ടത് എന്ന് 14 ദിവസത്തിനകം തീരുമാനിക്കണം. മനസ്സിലായോ? അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം പാർലമെന്റിലെ അംഗത്വമാണോ വേണ്ടത്, അതുപോലെ തന്നെ നിയമസഭയിലെ അംഗത്വമാണോ വേണ്ടത് എന്നുള്ളത് വിത്തിൻ 14 ദിവസം 14 days ഉള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? 2 സീറ്റുകളും നഷ്ടപ്പെടും. ഈ അംഗങ്ങൾ വേണമെങ്കിൽ രാജിവെക്കാം. അംഗങ്ങൾക്ക് രാജിവെക്കണമെങ്കിൽ അത് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ലോകസഭയിലെ അംഗങ്ങളാണെങ്കിൽ ലോകസഭയിലെ സ്പീക്കർക്കും, രാജ്യസഭയിലെ അംഗങ്ങളാണെങ്കിൽ രാജ്യസഭയിലെ ചെയർമാനുമാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ലോകസഭാ അംഗങ്ങൾ ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? ലോകസഭാ സ്പീക്കർക്കും. രാജ്യസഭാ അംഗങ്ങൾ ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? രാജ്യസഭാ ചെയർമാനുമാണ് എന്ന് പഠിച്ചു വെക്കാം. ഇതൊന്നും കൂടാതെ അവസാനം ഒരു പോയിന്റ് കൂടിയിട്ട് അറിയിപ്പില്ലാതെ 60 ദിവസത്തോളം തുടർച്ചയായി അവധി പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കാം. അതായത് അറിയിപ്പില്ലാതെ 60 ദിവസത്തോളം തുടർച്ചയായി അവധി. നമ്മുടെ സെഷനകത്ത് പങ്കെടുക്കുന്നില്ല, അത് വെക്കേഷനുള്ള സമയമൊന്നും കൂട്ടില്ല. സെഷൻ കൂടിയിരിക്കുന്ന സമയത്ത് ആ കാലയളവില് അറിയിപ്പില്ലാതെ 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ 101 പ്രകാരം എന്ത് ചെയ്യും? അംഗത്വം നഷ്ടപ്പെടും. പക്ഷെ ആ 60 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിന്റെ ഇടയിൽ പ്രൊറഗേഷൻ നമ്മൾ പഠിക്കും, ഇനി അങ്ങോട്ട് കുറച്ച് ടേംസ് പഠിക്കും. അതായത് സഭ ഇടയിൽ വെച്ച് നിർത്തിവെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 4 ദിവസത്തിൽ കൂടുതൽ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഒന്നും കൂട്ടില്ല. ഓക്കെ, 4 ദിവസത്തിനിടെ കൂടുതലുള്ള സെഷനിടെ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് സ്പീക്കർ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയുള്ള ഗ്യാപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഗ്യാപ്പുകൾ എന്ത് ചെയ്യില്ല? ഈ 60 ദിവസത്തിൽ കൂട്ടില്ല. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട, ഇങ്ങനെ മാത്രം മനസ്സിലാക്കി വെക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അറിയിപ്പില്ലാതെ 60 ദിവസം സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തായി? 101 അനുച്ഛേദം പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പ്രഖ്യാപിക്കുമെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അനുച്ഛേദം 106 ഇവരുടെ നമ്മുടെ MP-മാരുടെ സാലറി അലവൻസുകൾ എന്നിവയെ കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 106. അത് പാർലമെന്റിനെ തീരുമാനിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സമ്മേളനങ്ങളിലേക്ക് കടക്കാണ്. അനുച്ഛേദം 106 കഴിഞ്ഞാൽ 107 മുതൽ ബില്ലുകളാണ്. 107 ബില്ലുകളെ കുറിച്ചാണ്. 108 ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ 109, 110 മണി ബില്ല്, അങ്ങനെ പോകും. 111 എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ പവറാണ്, വീറ്റോ പവറാണ്. 112 എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പറഞ്ഞു പോവാണ്. ഓക്കെ, സോ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് പാർലമെന്റിലെ സമ്മേളനങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനിപ്പോ സ്പീഡിൽ പറഞ്ഞ അനുച്ഛേദമൊന്നും ഈ ക്ലാസ്സിൽ എടുത്തായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എന്ന് പഠിക്കാം. പാർലമെന്റ് സമ്മേളനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ബജറ്റ് സമ്മേളനം, മൺസൂൺ സമ്മേളനം, ശീതകാല സമ്മേളനം. ബജറ്റ് സമ്മേളനം എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയാണ്. ഫെബ്രുവരി ടു മെയ് മാസമാണ് ബജറ്റ് സമ്മേളനം. മൺസൂൺ സമ്മേളനം ജൂലൈ ടു സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ അതിനിടയിലെ ജൂൺ മാസത്തിൽ എന്തില്ല? സിറ്റിംഗ് ഇല്ല. ഫെബ്രുവരി ടു മെയ് കഴിഞ്ഞ് ജൂലൈ ടു സെപ്റ്റംബർ. അത് കഴിഞ്ഞ് ശീതകാല സമ്മേളനം നവംബർ ടു ഡിസംബർ ആണ്. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിൽ എന്തില്ല? നമ്മുടെ സമ്മേളനം ഇല്ല. നവംബർ ടു ഡിസംബർ ആണ് ശീതകാല സമ്മേളനം. ഡിസംബർ കഴിഞ്ഞാൽ ജാനുവരി മാസത്തിൽ എന്തില്ല? സമ്മേളനമില്ല. തിരിച്ച് ഫെബ്രുവരി മുതൽ വീണ്ടും ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നു. അപ്പൊ 3 സമ്മേളനങ്ങളാണ് നിലവിൽ എന്തുള്ളത്? ഇന്ത്യയിൽ ഉള്ളത്.
ഇതിലെ ഒരു സമ്മേളനം ഒരു സമ്മേളനത്തിന്റെ, അതായത് ഇപ്പോ ബജറ്റ് സമ്മേളനം വിചാരിക്കാം. ആ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം ദിവസം വരെയുള്ള ആ ഒരു സഭ കൂടുന്ന സമയമുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സെഷൻ എന്ന് പറയും. അപ്പൊ ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, ശീതകാലം, അല്ലെ? ആ സെഷൻ അങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാം. അപ്പൊ സെഷൻ എന്നുള്ളതാണ് അതിന്റെ പേര്. അതായത് സഭ കൂടുന്ന സമയത്തെ വിളിക്കുന്ന പേര് സെഷൻ എന്നും, അതിനിടയിലുള്ള ഗ്യാപ്പുകളില്ലേ, ഫോർ എക്സാമ്പിൾ ജൂൺ, അതുപോലെ തന്നെ ഒക്ടോബർ, ജാനുവരി, ഈ 3 മാസങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പുകളല്ലേ, ആ ഗ്യാപ്പുകളെ വിളിക്കുന്ന പേരാണ് റിസസ് എന്ന് വിളിക്കുന്നത്. എന്താണ് റിസസ് എന്ന് വിളിക്കുന്നത്? എന്താണ്? ആ ഗ്യാപ്പുകളാണ്. സെഷൻ എന്ന് പറയുന്ന സഭ കൂടുന്ന സമയം. അപ്പൊ സെഷനും റിസസും കോംപ്ലിമെന്ററി ആണ്, അല്ലെ? സെഷനും റിസസും കൂടി കഴിഞ്ഞാൽ 1 വർഷം കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറയുന്നത്, അതിന്റെ റൂൾസിൽ പറയുന്നത് 2 പ്രാവശ്യമെങ്കിലും, പാർലമെന്ററി റൂൾസിലാണ് ഇതിലെ പല കാര്യങ്ങളും പറയുന്നത് കേട്ടോ. ആ ഭാഗങ്ങൾ എത്തുമ്പോഴാണ് ഞാൻ തീരെ അനുച്ഛേദങ്ങളും ഇണ്ടാതെ പോകുന്നത്. സോ നമ്മുടെ പാർലമെന്റിനകത്ത് സമ്മേളനം 2 പ്രാവശ്യമെങ്കിലും, മിനിമം 2 പ്രാവശ്യമെങ്കിലും 1 വർഷത്തിൽ കൂടണം എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ 3 പ്രാവശ്യം കൂടി പോരുന്നുണ്ട്. പക്ഷെ നിയമപ്രകാരം പറയുന്നത് എന്താ? 2 പ്രാവശ്യമെങ്കിലും പാർലമെന്റ് സമ്മേളനം 1 വർഷത്തിൽ കൂടണമെന്ന് പറയുന്നു. അതായത് ഒരു പാർലമെന്റ് സമ്മേളനം അവസാനിച്ച് അടുത്തൊരു പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് ഇടയിലുള്ള ഗ്യാപ്പ് കൂടിപ്പോയാൽ 6 മാസം, അതിൽ കൂടാൻ പാടില്ല. അതായത് 6 മാസ ഗ്യാപ്പിലെങ്കിലും എന്ത് ചെയ്യണം, 6 മാസത്തിനുള്ളിലെങ്കിലും ഒരു സെഷൻ അവസാനിച്ച് അടുത്ത സെഷൻ ആരംഭിച്ചിരിക്കണം. അപ്പൊ 2 സെഷനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് വരാൻ പാടില്ല, 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നു. 1 വർഷത്തിൽ മിനിമം സമ്മേളിക്കേണ്ടത് 2 പ്രാവശ്യമാണ്. പക്ഷെ നമ്മൾ 3 പ്രാവശ്യം സമ്മേളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് സമ്മേളനം വിളിച്ചു ചേർക്കുന്നതൊക്കെ ആരാണെന്ന് നിങ്ങൾക്കറിയാം. രാഷ്ട്രപതിയാണ്, അല്ലെ? പ്രസിഡന്റ് ആണ് ഇതെല്ലാം വിളിച്ചു ചേർക്കുന്നത്. ഇനി ഒരു സമ്മേളനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. എന്താണ് ചോദ്യോത്തര വേള? ഈ ചോദ്യോത്തര വേള രാജ്യസഭയിലുമുണ്ട്, ലോക്സഭയിലുമുണ്ട്. 2014 മുതൽ രാജ്യസഭയിൽ 12 മണി മുതൽ 1 മണി വരെയാണ്. 12 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണ് ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. അതുപോലെ ലോക്സഭയിലെ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് 11 മണി മുതൽ 12 മണി വരെയാണ്. ലോക്സഭയിലെ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് 11 മണി മുതൽ 12 മണി വരെയാണ്. 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. നക്ഷത്രചിഹ്നമുള്ളത്, നക്ഷത്രചിഹ്നം ഇല്ലാത്തത്, ലഘു നോട്ടീസ് ചോദ്യങ്ങൾ. 3 തരം ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ഈ ചോദ്യോത്തര വേളയിൽ ചോദിക്കാൻ പറ്റുക. 1 നക്ഷത്രചിഹ്നമുള്ള ചോദ്യങ്ങൾ, 2 നക്ഷത്രചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങൾ, 3 ലഘു നോട്ടീസ് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഒരു മന്ത്രിയോട് ചോദിക്കാവുന്നതാണ്. സാധാരണയായിട്ട് ഈ ചോദ്യോത്തര വേളയ്ക്കകത്ത് മന്ത്രിയോടാണ് ചോദിക്കുന്നത്. അപ്പോ ആ ചോദ്യോത്തര വേളയിൽ നക്ഷത്ര ചിഹ്നമുട്ടുള്ള ചോദ്യമാണെങ്കിൽ അതിനർത്ഥം മന്ത്രി നേരിട്ട് ഉത്തരം നൽകണം, സഭയിൽ തന്നെ ഉത്തരം നൽകണം. അങ്ങനെ സഭയിൽ ഉത്തരം നൽകുന്ന സമയത്ത് അതിന് ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ആ മറുപടിയിൽ ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നതല്ല അത് എഴുത്താലാണോ അല്ലെങ്കിൽ വായ്മൊഴിയാലാണോ, എഴുത്താലാണോ പറഞ്ഞുകൊണ്ടാണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. ആ സഭയുടെ സ്പീക്കറാണ്. ലോക്സഭയിലാണെങ്കിൽ ലോക്സഭ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയുടെ ചെയർമാൻ ആണ് തീരുമാനിക്കേണ്ടത് ആ മന്ത്രി വായ്മൊഴിയാലാണോ എഴുത്താലാണോ ഇതിന്റെ ഉത്തരം നൽകേണ്ടത് എന്നുള്ളത്. ഒരു സഭയിലെ ഒരു മെമ്പർക്ക് ഒരു ചോദ്യം മാത്രമാണ് നക്ഷത്ര ചിഹ്നമിട്ട ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു മെമ്പർക്ക് ഒരു നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം മാത്രമേ ചോദിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യങ്ങൾ. ഇനി നമുക്ക് നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിന് മന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നക്ഷത്ര ചിഹ്നം ഇട്ടിട്ടുള്ളതാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം? മന്ത്രി നേരിട്ട് പറയണം, അല്ലെ? അപ്പോ സ്പീക്കർ തീരുമാനിക്കണം അത് വായ്മൊഴിയാലാണോ അത് എഴുത്താലാണോ എന്ന്. ഇവിടെ അങ്ങനെയല്ല, മന്ത്രി നേരിട്ട് എന്ത് ചെയ്യേണ്ട, ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഉത്തരം എഴുതി റിട്ടേൺ ആയിട്ട് മേശപ്പുറത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ അതാണ് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യത്തിന്റെ പ്രത്യേകത. സ്വാഭാവികമായിട്ട് അങ്ങനെ വെക്കുമ്പോൾ എന്തുണ്ടാവും? അതിന് ഉപചോദ്യങ്ങൾ ഉണ്ടാവില്ല, വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ഒരൊറ്റ ചോദ്യം, അതിന് ഉത്തരം എഴുതി വെക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തായിട്ട് ലഘു നോട്ടീസ് ചോദ്യങ്ങൾ. ലഘു നോട്ടീസ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. 10 ദിവസത്തെ നോട്ടീസ്, മുൻകൂർ നോട്ടീസ് ഈ ചോദ്യങ്ങൾക്ക് കൊടുക്കണം. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് 10 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം? നോട്ടീസ് നൽകണം. ലഘു നോട്ടീസ്, അതാണ് ലഘു നോട്ടീസ് ചോദ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ചോദ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി തന്നെ ഇപ്പോ നക്ഷത്ര ചിഹ്നം ഉള്ള നോട്ടീസ് ആണെങ്കിൽ, ആ ചോദ്യമാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നത്
പച്ച നിറത്തിലുള്ള പേപ്പറിലായിരിക്കും. പച്ച നിറത്തിലുള്ള പേപ്പർ ആയിരിക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക, പച്ച നിറം. ഇനി ഇത് നക്ഷത്ര ചിഹ്നം ഇല്ലാത്തതാണെങ്കിലോ, നക്ഷത്ര ചിഹ്നം ഇല്ലാത്തതാണെങ്കിൽ വെള്ള നിറമായിരിക്കും. വെള്ള നിറത്തിലായിരിക്കും ആ ചോദ്യങ്ങൾ ഉണ്ടാവുക, ആ പേപ്പർ ഉണ്ടാവുക വെള്ള നിറത്തിലായിരിക്കും. ഇത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാർഗം മാത്രം. ലഘു നോട്ടീസ് ചോദ്യങ്ങളാണെങ്കിലോ ഇളം പിങ്ക് നിറമായിരിക്കും, ഇളം പിങ്ക് നിറം. ഇനി മന്ത്രിമാരോട് മാത്രമല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നത്, പ്രൈവറ്റ് അംഗങ്ങളോടും, മന്ത്രിമാരല്ലാത്ത മറ്റു അംഗങ്ങളെയാണ് പ്രൈവറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രൈവറ്റ് അംഗങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ പേപ്പറിന്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമായിരിക്കും, മഞ്ഞ നിറമായിരിക്കും. മനസ്സിലാക്കി വെക്കാം, ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ശൂന്യവേള. പാർലമെന്ററി സംവിധാനത്തിന് ഇന്ത്യ നൽകിയ സമ്മാനം എന്നറിയപ്പെടുന്നതാണ് ശൂന്യവേള. 1962 മുതലാണ് ഇന്ത്യയിൽ ശൂന്യവേള ആരംഭിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും ശൂന്യവേള എന്ന് പറയുന്ന സമ്പ്രദായം കടമെടുത്തിട്ടുണ്ട്. സോ രാജ്യസഭയിലെ ശൂന്യവേളയോട് കൂടിയിട്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത്. കാരണം സാധാരണ ചോദ്യോത്തരവേളയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷെ 2014 മുതൽ ഞാൻ പറഞ്ഞു, രാജ്യസഭയിലെ 2014 മുതൽ 12 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ ചോദ്യോത്തരവേള. അപ്പൊ അതിനു മുമ്പായിട്ട് 11 to 12 ആണ് ശൂന്യവേള. അപ്പൊ ശൂന്യവേളയോട് കൂടിയിട്ടാണ് രാജ്യസഭയിലെ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 11 to 12. അതിനുശേഷമാണ് രാജ്യസഭയിൽ എന്ത് വരുന്നത്, ചോദ്യോത്തരവേള. അതുപോലെ ലോകസഭയിലെ ചോദ്യോത്തരവേളയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 11 to 12 ചോദ്യോത്തരവേള. അതിനുശേഷം 12 to 1 ആണ് ശൂന്യവേള. ശൂന്യവേള എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം ഒന്നും ഇല്ല കേട്ടോ. 1 മണിക്കൂർ എന്ന് പറയുന്ന ഫിക്സ്ഡ് ഒന്നല്ല, കുറച്ചും കൂടി ചിലപ്പോൾ നീണ്ടു പോയേക്കാം. ശൂന്യവേള എന്ന് പറയുന്നത് നീണ്ടു പോയേക്കാം. ഈ ശൂന്യവേളയിലെ ചോദ്യോത്തരങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ശൂന്യവേളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ പെട്ടെന്ന് ചിലപ്പോ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഇന്ത്യയിൽ ഒരു സംഭവം, വലിയൊരു കറണ്ടായിട്ട് വലിയൊരു എന്തെങ്കിലും ഒരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്നത്. സോ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ മുൻകൂർ നോട്ടീസ് ഇല്ലാതെ തന്നെ സഭയിൽ ഉന്നയിക്കാം. ആ ഉന്നയിക്കാനുള്ള ഒരു സമയമാണ് ശൂന്യവേള എന്ന് പറയുന്നത്. സോ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളായിരിക്കണം, മാത്രമല്ല അതിനെ മുൻകൂർ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. ഇതാണ് ശൂന്യവേള എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ടില്ല, പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്